കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വം നടക്കുന്ന ഈ ഒരു അവകാശ പ്രഖ്യാപന റാലി ഇത് സർക്കാരിന്റെ മുന്നിൽ ഏത് തരത്തിലുള്ള സന്ദേശമായിരിക്കും നൽകുന്നത്? ക്രൈസ്തവർ എപ്പോഴും ന്യായമായ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ന്യായമായ അവകാശങ്ങളിലേക്ക് സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോട് ലക്ഷ്യം വയ്ക്കുന്നത്. സർക്കാരിന്റെ തരത്തിൽ നിരവധി ഇപ്പൊ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകളായാലും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടായാലും പിതാവടക്കം പലതരത്തിൽ പല പ്രാവശ്യം സർക്കാരിന്റെ മുന്നിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ അതൊരു കണ്ണടയ്ക്കുന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് സഭയ്ക്ക് കടന്നു വരേണ്ടി വരുന്നത്. മറ്റൊരു തരത്തില് ഇപ്പോൾ ലഹരി അത് നമ്മുടെ സമൂഹത്തെ കാർ നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ലഹരി തടയാനായിട്ട് രീതിയിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങളെ പോലും പലതരത്തിലും ഈ ഒരു ലഹരിക്കണി അത് യുവജനങ്ങളുടെ ഭാവിയെ തളർത്തുന്നുണ്ട്. ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു റാലിയിൽ തന്നെ ഈ ഒരു ആവശ്യം സർക്കാരിന്റെ മുന്നിൽ വെക്കുന്നുമുണ്ട്. ലഹരി എന്ന് പറയുന്നത് അതിനെ മതപരമായിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെടുത്തിയാൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറാനാണ് സാധ്യത. തീർച്ചയായും ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത്തരം സാഹചര്യങ്ങളെ ഗൗരവബുദ്ധിയോടെ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും രാഷ്ട്രീയമായും സാമൂഹികമായും ക്രൈസ്തവ സമൂഹം ഒരു അവഗണന നേരിട്ടാൽ അത് കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സമുദായ സംഘടന നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു ശബ്ദമാവാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തലത്തിലേക്ക് വരുവാനും സാധ്യതയുണ്ടോ? തീർച്ചയായും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ഓരോ സമരങ്ങളും വാസ്തവത്തില് അതിന് രാഷ്ട്രീയ മാനമുണ്ട്. ജനാധിപത്യത്തില് പൗരന്മാർ സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നത് അത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്.